കരുനാഗപ്പള്ളിയിലെ അമ്മ മനസ്സ് കൂട്ടായ്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പുതിയകാവ് നെഞ്ചുരോഗ ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണം നടത്തി. ഉച്ചഭക്ഷണത്തിന്റെ വിതരണം പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ മഹർഖാൻ ചേന്നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. അമ്മ മനസ്സ് കൂട്ടായ്മ കരുനാഗപ്പള്ളിയുടെ നേതൃത്വത്തിൽ പുതിയകാവ് നെഞ്ചുരോഗ ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണം നടത്തി. കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി എല്ലാ മാസവും നടത്തിവരുന്ന ഉച്ചഭക്ഷണത്തിന്റെ വിതരണം പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ മഹർഖാൻ ചേന്നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഏറെ മഹനീയമായ ഒരു വേളയിലാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നെഞ്ചുരോഗ ആശുപത്രി, രോഗം എന്നുള്ളത് ഏതൊരു മനുഷ്യനും ഉണ്ടാകാവുന്ന ഒരവസ്ഥ തന്നെയാണ്. രോഗം വന്നു കഴിയുമ്പോൾ മനുഷ്യനെ മാനസികമായും ശാരീരികമായും മാത്രമല്ല സാമ്പത്തികമായി കൂടി നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഇതുപോലെയുള്ള സാഹചര്യം ദൈവകൃപയാൽ നമുക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആദ്യമായി പ്രാർത്ഥിക്കാം. എപ്പോഴും ഇതുപോലെയുള്ള ആശുപത്രികളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ് ഇത്തരം സഹായങ്ങളെന്നുള്ളത്. കാരണം ഒരു രോഗം മൂലം ഇത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തുക എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെ വലിയ ഞെരുക്കത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു അവസ്ഥ കണ്ടറിഞ്ഞുകൊണ്ട് കരുനാഗപ്പള്ളിയുടെ അമ്മ മനസ്സ് കൂട്ടായ്മ ഇവിടെ ഈ സംഘടിപ്പിച്ച ഉച്ചഭക്ഷണ പദ്ധതി ഏറെ അഭിനന്ദനാർഹമാണ്. എന്ന് മാത്രമല്ല, അമ്മ മനസ്സ് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സ്ഥാനത്തിന് ഉടമകളായി മാറിയിരിക്കുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തികൾക്കും ഒരു വലിയ സഹായ പദ്ധതികളാണ് അമ്മ മനസ്സ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത്. ഏതൊരു വ്യക്തികൾക്കും ഉപജീവന മാർഗമായിക്കൊണ്ടിരിക്കുന്ന ആട് പോലുള്ള പദ്ധതികൾ അതേറെ മഹത്തരം തന്നെയാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ കരുനാഗപ്പള്ളിയുടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച സംഘടനയാണ് അമ്മമാരുടെ കൂട്ടായ്മയാണ് അമ്മ മനസ്സ് കൂട്ടായ്മ. ആദ്യകാലം മുതൽ തന്നെ ഒരുപാട് നല്ല പ്രവർത്തികൾ മനുഷ്യ ഹൃദയത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് സഹജീവികൾക്ക് സഹായം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന അമ്മമാർക്ക് ഒരുപാട് സഹായം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘടനയിൽ നിങ്ങൾക്ക് ഏവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൽ നമുക്ക് പൊതിച്ചോറ് വിതരണ പരിപാടി സഹായിക്കുന്ന നമ്മുടെ ചന്ദ്രമതി ടീച്ചറിന്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകണമെന്ന് ഞങ്ങളുടെ അമ്മ മനസ്സിന്റെ പ്രാർത്ഥന എക്കാലവും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനത്തിൽ എക്കാലവും അമ്മ മനസ്സിന്റെ പ്രവർത്തകരെ നിങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങളെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമ്മ മനസ്സ് കൂട്ടായ്മ ചെയർപേഴ്സൺ ശ്രീകല ക്ലാപ്പനയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബാബു അമ്മ വീട്, മായ ഉദയകുമാർ, മാരിയത്ത് ബി, ശകുന്തള അമ്മ വീട്, ഗീതാകുമാരി, സുബൈദ A1, ലത തറയിൽക്കുന്ന്, ശോഭന ക്ലാപ്പന, സക്കീന, അനിത ശ്രീകുമാർ, ശാലിനി, സോണി, ഗീത ഓച്ചിറ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, ഓച്ചിറ.